ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. പുറത്തുനിന്ന് ഫ്രോസനായി വാങ്ങിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ നഗറ്റ്സിൻ്റെ അതേ ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണിത് കഴിക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഈ നഗറ്റ്സ് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് വരാനും കയ്യിലൊട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇതിന് പകരം മൈദപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നഗറ്റ്സ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കുതിർന്ന് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ നഗറ്റ്സും ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ ചിക്കൻ നഗറ്റ്സ് ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ നഗറ്റ്സ് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നഗറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ നഗറ്റ്സും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് ഫ്രോസൺ വാങ്ങിച്ച് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ചിക്കൻ നഗറ്റ്സ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.